നമസ്കാരം, ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. ഇറാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ യുകെയിലെ വീടുകളുടെ വിലയിൽ ശരാശരി 0.5% ഇടിവുണ്ടായതായി ഹാലിഫാക്സിന്റെ കണക്കുകൾ. വിലയിൽ ഇടിവുണ്ടായത് ഇറാൻ സംഘർഷം കാരണം മോർട്ട്ഗേജ് നിരക്കുകൾ വർദ്ധിച്ചതിന്റെ പ്രത്യാഘാതമാണിതെന്നും റിപ്പോർട്ടുകൾ. വീടുകളുടെ വിലയിൽ ശരാശരി 0.3% വർധനവുണ്ടായതിനു ശേഷമാണ് ഇപ്പോൾ ഇടിവുണ്ടായിരിക്കുന്നത്. ബ്രിട്ടനിലെ ഏറ്റവും വലിയ വൈദ്യുതി ഉൽപാദക സോളാർ ഫാം പദ്ധതിയായ സ്പ്രിംഗ് വെൽ സോളാർ ഫാമിന് അനുമതി നൽകി സർക്കാർ. പദ്ധതി പ്രകാരം 1.8 ലക്ഷം വീടുകൾക്ക് വൈദ്യുതി ലഭ്യമാകും. അമേരിക്കയും ഇറാനും താൽക്കാലിക യുദ്ധവിരാമത്തിന് സമ്മതിച്ചതോടെ ഹോർമൂസ് കടലിടുക്ക് തുറന്നതിന്റെ പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണയുടെ വില ഇടിഞ്ഞു. യുകെയിൽ വാഹന ഉടമകളോട് ഇന്ന് വൈകിട്ട് 5 മണിക്ക് മുൻപായി വാഹനങ്ങളിൽ ഇന്ധനം നിറയ്ക്കാൻ നിർദ്ദേശം നൽകിയ യുകെ സർക്കാർ. വീണ്ടും വില വർദ്ധിക്കാൻ സാധ്യത. ഇന്ധനവിലയിൽ കാര്യമായ ഒരു കുറവ് വരാൻ ചുരുങ്ങിയത് 2 ആഴ്ചയെങ്കിലും കഴിയണമെന്ന് സൂചന. 1 ലിറ്ററിന് മേൽ ഇന്ധനം നിറയ്ക്കുന്നവർക്ക് 2 മുതൽ 3 പെൻസ് വരെ ലാഭിക്കാൻ സാധിക്കും. US ഇറാൻ വെടിനിർത്തൽ കരാറിൽ ഇസ്രായേലിന് കടുത്ത അതൃപ്തി. ഇറാനുമായുള്ള ചർച്ചയിൽ നിന്ന് മാറ്റി നിർത്തിയതിലും തങ്ങളോട് കൂടിയാലോചിക്കാതെ വെടിനിർത്തൽ കരാറിൽ അന്തിമ തീരുമാനമെടുത്തതിലും അതൃപ്തി അറിയിച്ച് ഇസ്രായേൽ. ഇരു രാജ്യങ്ങളും തമ്മിൽ താൽക്കാലിക വെടിനിർത്തലിന് ധാരണയായത് ട്രംപ് നൽകിയ അന്ത്യശാസനം അവസാനിക്കാൻ 90 മിനിറ്റ് ബാക്കി നിൽക്കെ. ഇറാനുമായുള്ള കരാറിൽ പൂർണ്ണമായ ധാരണയാകുന്നതുവരെ അമേരിക്കൻ സൈന്യം മേഖലയിൽ തുടരുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രംപിന്റെ പ്രസ്താവന ഇറാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്ന ആരോപണങ്ങൾക്കിടയിൽ ലെബനനിലെ ഇസ്രായേൽ ആക്രമണങ്ങളെ ശക്തമായി വിമർശിച്ച് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി. വെടിനിർത്തൽ വേണോ അതോ ഇസ്രായേൽ വഴിയുള്ള യുദ്ധം തുടരണമോ എന്ന കാര്യത്തിൽ അമേരിക്ക വ്യക്തമായ തീരുമാനമെടുക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി. ബെയ്റൂത്തിലും പരിസര പ്രദേശങ്ങളിലും ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് 100-ലധികം പേർ. ഒരേ സമയം വെടിനിർത്തലും ഇസ്രായേലിനെ മുൻനിർത്തിയുള്ള യുദ്ധവും മുന്നോട്ട് കൊണ്ടുപോകാൻ അമേരിക്കയ്ക്ക് കഴിയില്ല എന്നും ഇറാൻ. പാർലമെന്റിലും നിയമസഭകളിലും സ്ത്രീകൾക്ക് 33% സംവരണം ഉറപ്പാക്കുന്ന വനിതാ സംവരണ ഭേദഗതി ബില്ലിന് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. ബില്ലിന് അംഗീകാരം നൽകിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷനായ യോഗത്തിൽ. നാരി ശക്തി വന്ദൻ അഭിയാൻ ഭേദഗതി ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത് ഏപ്രിൽ 16 മുതൽ ചേരുന്ന ബജറ്റ് സമ്മേളനം. മണ്ഡല പുനർനിർണയ നിയമത്തിൽ ഭേദഗതി ബില്ലും അവതരിപ്പിക്കും. ഭേദഗതി പ്രകാരം ലോക്സഭാ സീറ്റുകൾ നിലവിലെ 543 നിന്ന് 816 വർദ്ധിക്കും. ഇതിൽ സ്ത്രീകൾക്കായി സംവരണം ചെയ്യുന്നത് 273 സീറ്റുകൾ. പശ്ചിമ ബംഗാളിൽ ഏതു നിലയ്ക്കും ഭരണം പിടിച്ചെടുത്തേ പറ്റൂ എന്ന വാശിയോടെ BJP വിട്ടുതരില്ല എന്ന നിശ്ചയദാർഢ്യത്തോടെ മമതയുടെ തൃണമൂൽ. വോട്ടെടുപ്പ് അടുത്തതോടെ പശ്ചിമ ബംഗാളിൽ പോർവിളി ഉച്ചസ്ഥായിലാക്കി ഇരു മുന്നണികളും. ആകെയുള്ള 294 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് ഏപ്രിൽ 23-നും 29-നും. ആദ്യഘട്ടത്തിൽ 152-ഉം രണ്ടാം ഘട്ടത്തിൽ 142 മണ്ഡലങ്ങൾ വിധിയെഴുതും. തെരഞ്ഞെടുപ്പ് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനെത്തിയ തൃണമൂൽ നേതാക്കളും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറുമായി വാഗ്വാദം. കമ്മീഷണർ കടക്കുപുറത്തെന്ന് പറഞ്ഞതായി തൃണമൂൽ നേതാക്കൾ. തൃണമൂൽ നേതാവ് ഡെറക് ഒബ്രയൻ തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് നേരെ ആക്രോശിച്ചെന്ന് ബന്ധപ്പെട്ടവർ. കേരളത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന തിരഞ്ഞെടുപ്പാണിതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വികസനത്തിന് ഇടവേള ഉണ്ടാകരുതെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും LDFന് മാത്രമേ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാനാകൂ എന്നും മുഖ്യമന്ത്രി. UDF പൂർണ്ണ ആത്മവിശ്വാസത്തിലെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. കേരളത്തിൽ UDF തരംഗം ഉണ്ടാകുമെന്നും 100-ലധികം സീറ്റ് നേടുമെന്നും KPCC പ്രസിഡന്റ്. കേരളത്തിൽ BJP നിർണായക ഘടകമാകുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ കേരളത്തിൽ സർപ്രൈസ് ഉണ്ടാകുമെന്നും സുരേഷ് ഗോപി. വാർത്തകൾ വിശദമായി. യുകെയിൽ വാഹന ഉടമകളോട് ഇന്ന് വൈകിട്ട് 5 മണിക്ക് മുൻപായി വാഹനങ്ങളിൽ ഇന്ധനം നിറയ്ക്കാൻ നിർദ്ദേശം. ഇന്ധനവില വീണ്ടും വർദ്ധിക്കാൻ ഇടയുള്ളതിനാലാണ് ഇത്. അമേരിക്കയും ഇറാനും ഒരു താൽക്കാലിക യുദ്ധവിരാമത്തിന് സമ്മതിച്ചതോടെ ഹോർമൂസ് കടലിടുക്ക് തുറന്നതിന്റെ ഫലമായി അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണയുടെ വില ഇടിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ വിലക്കുറവ് പെട്രോൾ സ്റ്റേഷനുകളിൽ ലഭ്യമാകണമെങ്കിൽ ഇനിയും ആഴ്ചകൾ എടുത്തേക്കാമെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത്. അതായത് ഇന്ധനവിലയിൽ കാര്യമായ ഒരു കുറവ് വരുവാൻ ചുരുങ്ങിയത് ഒരാഴ്ചയെങ്കിലും കഴിയണം എന്ന് അർത്ഥം. ഇന്ധനവില വീണ്ടും വർദ്ധിക്കാൻ ഇടയുള്ളതിനാൽ യുകെയിൽ വാഹന ഉടമകളോട് ഇന്ന് വൈകിട്ട് 5 മണിക്ക് മുൻപായി വാഹനങ്ങളിൽ ഇന്ധനം നിറയ്ക്കാൻ നിർദ്ദേശം. സാധാരണയായി ഈ യുദ്ധകാലത്ത് കണ്ടുവരുന്നത് പോലെ വാരാന്ത്യത്തോടെ ഇന്ധനവിലയിൽ വർധനവുണ്ടാകാൻ ഇടയുണ്ട്. അതുകൊണ്ട് തന്നെ വ്യാഴാഴ്ച വൈകിട്ട് 5 മണിക്ക് മുൻപായി ടാങ്കുകളിൽ ഇന്ധനം നിറച്ച് സൂക്ഷിച്ചാൽ മറ്റൊരു വില വർധനവിൽ നിന്നും രക്ഷപ്പെടാമെന്നാണ് വിദഗ്ധർ നൽകുന്ന ഉപദേശം. ഇന്ധനവില സാധാരണയായി വ്യാഴാഴ്ച വൈകുന്നേരങ്ങളിലാണ് വർദ്ധിക്കാറുള്ളതെന്നും അത് ഞായറാഴ്ച വരെ ഉയർന്നുകൊണ്ടിരിക്കുമെന്നുമാണ് കാർഡോർ യുകെയുടെ CEO വില്യം ഫ്ലെച്ചർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആഴ്ചയുടെ മധ്യത്തിൽ നിങ്ങൾ ഇന്ധനം നിറയ്ക്കുകയാണെങ്കിൽ 2 മുതൽ 3 പെൻസ് വരെ 1 ലിറ്ററിന് മേൽ ലാഭിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറയുന്നു. ഇക്കഴിഞ്ഞ മാർച്ച് മാസത്തിൽ യുകെയിലെ വീടുകളുടെ വിലയിൽ ശരാശരി 0.5% ഇടിവുണ്ടായതായി ഹാലിഫാക്സിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇറാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ മോർട്ട്ഗേജ് നിരക്കുകൾ വർദ്ധിച്ചതിന്റെ പ്രത്യാഘാതമാണിതെന്നും അവരുടെ റിപ്പോർട്ടിൽ പറയുന്നു. ഫെബ്രുവരിയിൽ വീടുകളുടെ വിലയിൽ ശരാശരി 0.3% വർധനവ് ഉണ്ടായതിനു ശേഷമാണ് മാർച്ചിൽ ഇടിവുണ്ടായിരിക്കുന്നത്.
ഹാലിഫാക്സിന്റെ കണക്കുകൾ അനുസരിച്ച് ഇക്കഴിഞ്ഞ മാർച്ച് മാസത്തിൽ യുകെയിലെ വീടുകളുടെ വിലയിൽ ശരാശരി 0.5% ഇടിവുണ്ടായതായി റിപ്പോർട്ട്. ഫെബ്രുവരിയിൽ വീടുകളുടെ വിലയിൽ ശരാശരി 0.3% വർധനവുണ്ടായതിനു ശേഷമാണ് മാർച്ചിൽ ഇടിവുണ്ടായിരിക്കുന്നത്. അതിനുശേഷം മോർഗേജ് നിരക്കുകൾ വർദ്ധിച്ചു എന്ന് മാത്രമല്ല, ചെലവ് കുറഞ്ഞ നൂറുകണക്കിന് മോർഗേജ് ഡീലുകൾ വിപണിയിൽ നിന്നും അപ്രത്യക്ഷമാവുകയും ചെയ്തു. 2022 ലിസ് ട്രസ്റ്റിന്റെ സർവനാശകാരിയായ മിനി ബജറ്റിനു ശേഷം ഇതാദ്യമായിട്ടായിരുന്നു ഒരു കലണ്ടർ മാസത്തിൽ ഇത്രയധികം മോർഗേജ് ഡീലുകൾ വിപണിയിൽ നിന്നും പിൻവലിക്കപ്പെടുന്നത്. അതേസമയം ഇപ്പോൾ മോർഗേജ് നിരക്കിലുണ്ടായിരിക്കുന്ന വർധനവ് 4 വർഷം മുൻപുണ്ടായത്ര രൂക്ഷമല്ല എന്നും ഹാലിഫാക്സ് സമ്മതിക്കുന്നുണ്ട്. ബ്രിട്ടനിലെ ഏറ്റവും വലിയ വൈദ്യുതി ഉത്പാദക സോളാർ ഫാം പദ്ധതിയായ സ്പ്രിംഗ്വെൽ സോളാർ ഫാമിന് അനുമതി സർക്കാർ നൽകി. ലിങ്കൺ സ്റ്റീഫോർഡ് മേഖലയിൽ സ്ഥാപിക്കപ്പെടുന്ന ഈ പദ്ധതി ഏകദേശം 1.8 ലക്ഷം വീടുകൾക്ക് വൈദ്യുതി നൽകുമെന്നാണ് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന EDF പവർ സൊല്യൂഷൻസ് UK വ്യക്തമാക്കിയത്. പദ്ധതിക്ക് പ്രാദേശികരുടെ ശക്തമായ എതിർപ്പുണ്ടായിരുന്നുവെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ഫോർ എനർജി സെക്യൂരിറ്റി ആൻഡ് നെറ്റ് സീറോ അനുമതി നൽകി. ബ്രിട്ടനിലെ ഏറ്റവും വലിയ വൈദ്യുതി ഉത്പാദക സോളാർ ഫാം പദ്ധതിയായ സ്പ്രിംഗ്വെൽ സോളാർ ഫാമിന് അനുമതി സർക്കാർ നൽകി. നേവൻ ബി പ്രദേശത്ത് നിന്ന് നിർമ്മിക്കുന്ന ഈ സോളാർ ഫാം ഏകദേശം 1700 ഫുട്ബോൾ മൈതാനങ്ങളുടെ വിസ്തൃതിയിലായിരിക്കും വ്യാപിക്കുക. കൂടാതെ ലിഥിയം അയൺ ബാറ്ററി സംഭരണ സൗകര്യവും ഇതിന്റെ ഭാഗമായിരിക്കും. വൈദ്യുതി ഉത്പാദനം വർദ്ധിപ്പിച്ച് വൈദ്യുതി നിരക്കുകൾ കുറയ്ക്കാനും ഇന്ധന ഇറക്കുമതികളിൽ ആശ്രയത്വം കുറയ്ക്കാനും ഇതുവഴി സാധിക്കുമെന്ന് മന്ത്രി മൈക്കൽ ഷാങ്സ് പറഞ്ഞു. അതേസമയം പദ്ധതി നടപ്പാക്കുന്നതിനെതിരെ നാട്ടുകാർ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി. സ്പ്രിംഗ്വെൽ സോളാർ ആക്ഷൻ ഗ്രൂപ്പ് പ്രതിനിധി മാർക്ക് വില്യംസ് സർക്കാരിന്റെ തീരുമാനത്തെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നു. പ്രകൃതി ഭംഗിക്ക് ഭീഷണി, ബാറ്ററി സുരക്ഷ സംബന്ധമായ ആശങ്കകൾ എന്നിവയാണ് പ്രധാന എതിർപ്പുകൾ. സോളാർ വൈദ്യുതി ഏറ്റവും ചെലവ് കുറഞ്ഞ ഊർജ്ജ സ്രോതസ്സുകളിൽ ഒന്നാണെന്നും അന്താരാഷ്ട്ര ഫോസിൽ ഇന്ധന വിപണിയിലെ അനിശ്ചിതത്വങ്ങളിൽ നിന്ന് രാജ്യം സ്വതന്ത്രമാകാൻ ഇത് സഹായിക്കുമെന്നും സർക്കാർ നിലപാട് വ്യക്തമാക്കുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷമുള്ള 3 ദശാബ്ദങ്ങളിൽ നടന്ന ബലപ്രയോഗ ദത്തെടുക്കലിൽ പങ്കുണ്ടായതിനാൽ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് ഔദ്യോഗികമായി ക്ഷമ ചോദിക്കാൻ ഒരുങ്ങും. വിവാഹിതരല്ലാത്ത സ്ത്രീകൾക്ക് ജനിച്ച കുട്ടികളെ സമൂഹത്തിൽ നിന്ന് മറച്ചുവെച്ച് ദത്തെടുക്കലിന് നിർബന്ധിതരാക്കിയ സംഭവങ്ങളായിരുന്നു ഇവ. ഇംഗ്ലണ്ടിലുടനീളം ഏകദേശം 100 മദർ ആൻഡ് ബേബി ഹോംസ് നടത്തിയാണ് ഈ സംവിധാനം പ്രവർത്തിച്ചിരുന്നത്. 1950 മുതൽ 1970 വരെയുള്ള കാലഘട്ടത്തിൽ ഏകദേശം 1.85 ലക്ഷം കുഞ്ഞുങ്ങൾ ഇത്തരം ബലപ്രയോഗ ദത്തെടുക്കലിന് ഇരയായതായി പാർലമെന്ററി അന്വേഷണത്തിൽ കണ്ടെത്തി. ഈ വീടുകളിൽ കഴിയേണ്ടി വന്ന സ്ത്രീകൾ കടുത്ത മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ അനുഭവിച്ചതായും റിപ്പോർട്ടുകൾ പറയുന്നു. 16ാമത്തെ വയസ്സിൽ ഗർഭിണിയായ ജാൻ ഡോയൽ എന്ന സ്ത്രീ ഗർഭിണിയായിരിക്കെ പോലും കഠിന ജോലികൾ ചെയ്യേണ്ടി വന്നതായി ഓർമ്മിക്കുന്നു. പ്രസവത്തിനു പിന്നാലെ അവളുടെ കുഞ്ഞിനെ വേർതിരിച്ചെങ്കിലും 63 വർഷങ്ങൾക്ക് ശേഷം അവർ വീണ്ടും ഒന്നിച്ചു. സ്ത്രീകളും കുട്ടികളും അനുഭവിച്ച വേദനയും ദീർഘകാല ആഘാതവും അംഗീകരിക്കുന്നതായും അന്നത്തെ സാമൂഹ്യ സമീപനങ്ങൾ വലിയ ദോഷം വരുത്തിയതായും ചർച്ച സമ്മതിക്കുന്നു. ചരിത്ര പഠന വിദഗ്ധർ പറയുന്നതനുസരിച്ച് ഈ ക്ഷമാപണം പഴയ ലജ്ജയും പാപവും എന്ന കാഴ്ചപ്പാടിൽ നിന്ന് മാറി സംഭവിച്ച അനീതികളെ തുറന്ന് അംഗീകരിക്കാൻ സഹായകരമാകും. ഇതിനകം തന്നെ കത്തോലിക്ക സഭയും സ്കോട്ട്ലൻഡും വെയിൽസും ക്ഷമാപണം നടത്തിയ സാഹചര്യത്തിൽ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ നടപടി ബ്രിട്ടീഷ് സർക്കാരിനും സമ്മർദ്ദമാകും. സർക്കാർ ഇപ്പോഴും ഔദ്യോഗികമായി ക്ഷമ ചോദിച്ചിട്ടില്ല എങ്കിലും വിഷയത്തിൽ സജീവ പരിഗണന നടക്കുന്നതായി മന്ത്രി ജോഷ് മക് അലിസ്റ്റർ അറിയിച്ചു. എന്നാൽ ജാൻ ഡോയൽ പോലുള്ള ഇരകൾക്ക് ഹൃദയത്തിൽ നിന്നുള്ള യഥാർത്ഥ ക്ഷമാപണമായിരിക്കണം എന്ന നിലപാടാണ്. ബ്രിട്ടനിൽ വാരാന്ത്യ കോഴ്സുകളിൽ പഠിക്കുന്ന 20,000-ലധികം വിദ്യാർത്ഥികൾക്ക് നൽകിയ മെയിന്റനൻസ് ലോൺ, ചൈൽഡ് കെയർ ഗ്രാന്റ് എന്നിവ തെറ്റായി അനുവദിച്ചതാണെന്ന് ചൂണ്ടിക്കാട്ടി അവ ഉടൻ തിരിച്ചടയ്ക്കണമെന്ന അറിയിപ്പ് ലഭിച്ചതോടെ വലിയ ആശങ്ക ഉണ്ടായിരിക്കുന്നു. സ്റ്റുഡന്റ് ലോൺ കമ്പനിയോ സർവകലാശാലകളോ അയച്ച കത്തുകളിൽ ഈ കോഴ്സുകൾ ഇത്തരം ധനസഹായങ്ങൾക്ക് അർഹതയില്ലായിരുന്നുവെന്നും വാരാന്ത്യ ക്ലാസുകൾ മാത്രമാണെന്ന വിവരം സർവകലാശാലകൾ നൽകിയില്ല എന്നും പറയും. ഇതോടെ ഓവർ പേയ്മെന്റ് മുഴുവൻ തിരികെ നൽകേണ്ടി വരുമെന്നാണ് മുന്നറിയിപ്പ്. ബ്രിട്ടനിൽ വാരാന്ത്യ കോഴ്സുകളിൽ പഠിക്കുന്ന 20,000-ലധികം വിദ്യാർത്ഥികൾക്ക് നൽകിയ മെയിന്റനൻസ് ലോൺ, ചൈൽഡ് കെയർ ഗ്രാന്റ് എന്നിവ തെറ്റായി അനുവദിച്ചാണെന്ന് ചൂണ്ടിക്കാട്ടി അവ ഉടൻ തിരിച്ചടയ്ക്കണമെന്ന അറിയിപ്പ് ലഭിച്ചതോടെ വലിയ ആശങ്ക. ഓവർ പേയ്മെന്റ് മുഴുവൻ തിരികെ നൽകേണ്ടി വരുമെന്നാണ് മുന്നറിയിപ്പ്. ലണ്ടൻ മെട്രോപൊളിറ്റൻ, ബാത്ത് സ്പാ, ലീഡ്സ് ട്രിനിറ്റി, സൗത്താംപ്ടൺ, സോളൻ, ഓക്സ്ഫോർഡ് ബ്രൂക്സ് എന്നിവ ഉൾപ്പെടെ 15 സർവകലാശാലകളിലെയും കോളേജുകളിലെയും കോഴ്സുകൾക്ക് ഇത് ബാധകമാണ്. വാരാന്ത്യങ്ങളിൽ നേരിട്ടുള്ള ക്ലാസുകളും ചിലത് ഓൺലൈൻ പഠനമുള്ള കോഴ്സുകളുമായിരുന്നു. വിദ്യാർത്ഥികൾ താമസം, ഭക്ഷണം എന്നിവയ്ക്കുള്ള ചെലവുകൾക്കായി മെയിന്റനൻസ് ലോൺ എടുത്തതും ചിലർക്ക് തിരികെ നൽകേണ്ടതില്ലാത്ത ചൈൽഡ് കെയർ ഗ്രാന്റും ലഭിച്ചിരുന്നു. വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ പല വിദ്യാർത്ഥികളും തങ്ങൾ വഞ്ചിക്കപ്പെട്ടുവെന്ന് പ്രതികരിച്ചു. 3 മക്കളുള്ള ഖ്വാജ അഹ്സാൻ എന്ന വിദ്യാർത്ഥി 14,335 രൂപയുടെ സഹായം ലഭിച്ചതായും ഇപ്പോൾ അത് മുഴുവൻ തിരിച്ചടയ്ക്കേണ്ടി വരുമെന്ന ആശങ്കയിലാണെന്നും പറഞ്ഞു. ഇത്രയും പണം ഉടൻ കണ്ടെത്താൻ കഴിയില്ല എന്ന ആശങ്കയിലാണ് പലരുമെന്ന് നാഷണൽ യൂണിയൻ ഓഫ് സ്റ്റുഡൻസ് അധ്യക്ഷ അമിറ ക്യാമ്പൽ വ്യക്തമാക്കി. സർക്കാർ ഭാഗത്ത് നിന്ന് അശ്രദ്ധയോ സംവിധാന ദുരുപയോഗമോ മൂലമാണിത് സംഭവിച്ചതെന്ന നിലപാടും ഉയർന്നിട്ടുണ്ട്. ഇതിനിടെ ചില വിദ്യാർത്ഥികൾക്ക് ആശ്വാസമായി അക്യുപങ്ചർ BSc പഠിക്കുന്ന ചിലർക്കായി SLC തീരുമാനം പിൻവലിക്കുകയും അവരുടെ ധനസഹായം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. മുൻപ് പൗണ്ട് 37,000 വരെ തിരികെ അടക്കണമെന്ന നോട്ടീസ് ലഭിച്ചിരുന്ന ചിലർ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. പ്രശ്നത്തിന് കാരണം സർക്കാരിന്റെ അപ്രതീക്ഷിത തീരുമാനമാണെന്നും നിയമ നടപടികൾ പരിഗണിക്കുന്നുവെന്നും സർവകലാശാലകൾ അറിയിച്ചു. US ഇറാൻ വെടിനിർത്തൽ കരാറിൽ ഇസ്രായേലിന് കടുത്ത അതൃപ്തിയെന്ന് റിപ്പോർട്ട്. ഇറാനുമായുള്ള ചർച്ചയിൽ നിന്ന് മാറ്റി നിർത്തിയതിലും തങ്ങളോട് കൂടിയാലോചിക്കാതെ വെടിനിർത്തൽ കരാറിൽ അന്തിമ തീരുമാനമെടുത്തതുമാണ് ഇസ്രായേലിന്റെ അതൃപ്തിക്ക് കാരണമെന്നാണ് വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നത്.
US-ഇറാൻ വെടിനിർത്തൽ കരാറിൽ ഇസ്രയേലിന് കടുത്ത അതൃപ്തി. വെടിനിർത്തൽ കരാറിലെത്താനുള്ള തീരുമാനം അമേരിക്ക ഇസ്രയേലിനെ അറിയിച്ചിരുന്നില്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കാനുള്ള ചർച്ചകളിൽ നിന്ന് ഇസ്രയേൽ പ്രതിനിധികളെ ഒഴിവാക്കിയെന്നും വിവരമുണ്ട്. കഴിഞ്ഞ ദിവസമാണ് US-ഉം ഇസ്രയേലും രണ്ടാഴ്ചത്തെ വെടിനിർത്തൽ കരാറിലെത്തിയത്. ട്രംപ് നൽകിയ അന്ത്യശാസനം അവസാനിക്കാൻ 90 മിനിറ്റ് ബാക്കി നിൽക്കെയായിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിൽ താൽക്കാലിക വെടിനിർത്തലിന് ധാരണയായത്. ഇതനുസരിച്ച് ഹോർമൂസ് കടലിടുക്ക് തുറക്കാനും ധാരണയായിരുന്നു. US-ന്റെ വെടിനിർത്തൽ കരാറിനെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും കഴിഞ്ഞ ദിവസം പിന്തുണച്ചിരുന്നു. അതേസമയം ഇറാനുമായാണ് കരാറെന്നും ഇതിൽ ലെബനൻ ഉൾപ്പെടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതിനു പിന്നാലെ ലെബനനിൽ ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ ശക്തമായ ആക്രമണവും നടത്തി. അതേസമയം ലെബനനിൽ ഇസ്രയേൽ ആക്രമണം തുടരുകയാണെങ്കിൽ വെടിനിർത്തൽ കരാറിൽ നിന്ന് പിന്മാറുമെന്ന് ഇറാനും ഭീഷണി മുഴക്കിയിരുന്നു. ഇതിന് പിന്നാലെ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം ഇറാൻ തടഞ്ഞതായും റിപ്പോർട്ടുകൾ ഉണ്ടായി. ഇസ്രയേലിന്റെ ലെബനനിലെ സൈനിക നീക്കം കരാറിൽ ഉൾപ്പെടില്ല എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഹിസ്ബുള്ള കാരണം ലെബനനെ കരാറിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നും ഇസ്രയേൽ ലെബനനിൽ നടത്തുന്നത് പ്രത്യേക ഏറ്റുമുട്ടലാണ് എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇറാനുമായുള്ള കരാറിൽ പൂർണ്ണമായ ധാരണയാകുന്നതുവരെ അമേരിക്കൻ സൈന്യം മേഖലയിൽ തുടരുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇറാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്ന ആരോപണങ്ങൾക്കിടയിലാണ് ട്രംപിന്റെ പ്രസ്താവന. ഇറാൻ അമേരിക്കയുടെ എല്ലാ നിബന്ധനകളും പാലിക്കുന്നതുവരെ US കപ്പലുകളും വിമാനങ്ങളും സൈനികരും മേഖലയിൽ തന്നെ നിലയുറപ്പിക്കുമെന്നും ആവശ്യമായ ആയുധശേഖരം കരുതിയിട്ടുണ്ടെന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. കരാർ ലംഘിക്കപ്പെടുകയാണെങ്കിൽ ഇതുവരെ ലോകം കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള സൈനിക നീക്കം ഉണ്ടാകുമെന്ന് ട്രംപ് പറഞ്ഞു. ഇറാൻ ആണവായുധങ്ങൾ പ്രയോഗിക്കാൻ പാടില്ല എന്നും ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമായി തുറന്നു കൊടുക്കണമെന്നുമുള്ള നിബന്ധനകളിൽ വിട്ടുവീഴ്ചയില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ചു. അമേരിക്കൻ സൈന്യം അടുത്ത പോരാട്ടത്തിന് തയ്യാറാണെന്നും ഇറാനെ കീഴടക്കാൻ സജ്ജമാണെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. അതിനിടെ പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ രൂപീകരിച്ച വെടിനിർത്തൽ കരാർ നിലവിൽ അനിശ്ചിതത്വത്തിലാണ്. ഇസ്രയേൽ ലെബനനിൽ ആക്രമണം തുടരുന്നുവെന്നും ഇറാന്റെ വ്യോമാതിർത്തി ലംഘിച്ചുവെന്നും ആരോപിച്ച് ഇറാൻ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള എണ്ണക്കപ്പലുകളുടെ ഗതാഗതം വീണ്ടും തടഞ്ഞു. എന്നാൽ ലെബനനിലെ ഹിസ്ബുള്ളക്കെതിരായ നീക്കങ്ങൾ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമല്ല എന്നാണ് ട്രംപിന്റെ നിലപാട്. നിലവിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം പാകിസ്ഥാനിലേക്ക് തിരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ലെബനനിലെ ഇസ്രയേൽ ആക്രമണങ്ങളെ ശക്തമായി വിമർശിച്ച് ഇറാൻ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അരാഗ്ചി വെടിനിർത്തൽ വേണോ അതോ ഇസ്രയേൽ വഴിയുള്ള യുദ്ധം തുടരണമോ എന്ന കാര്യത്തിൽ അമേരിക്ക വ്യക്തമായ തീരുമാനമെടുക്കണമെന്ന് അബ്ബാസ് അരാഗ്ചി ആവശ്യപ്പെട്ടു. ബെയ്റൂത്തിലും പരിസര പ്രദേശങ്ങളിലും ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ 100-ലധികം പേർ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിലാണ് അരാഗ്ചിയുടെ പ്രതികരണം. ലെബനനിലെ ഇസ്രയേൽ ആക്രമണങ്ങളെ ശക്തമായി വിമർശിച്ച് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി രംഗത്തെത്തി. ബെയ്റൂത്തിലും പരിസര പ്രദേശങ്ങളിലും ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ 100-ലധികം പേർ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിലാണ് അരാഗ്ചിയുടെ പ്രതികരണം. ഇറാൻ US വെടിനിർത്തൽ നിബന്ധനകൾ വ്യക്തമാണ്. ഒരേ സമയം വെടിനിർത്തലും ഇസ്രയേലിനെ മുൻനിർത്തിയുള്ള യുദ്ധവും മുന്നോട്ട് കൊണ്ടുപോകാൻ അമേരിക്കയ്ക്ക് കഴിയില്ല എന്നും അരാഗ്ചി പറഞ്ഞു. വെടിനിർത്തൽ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന്റെ പോസ്റ്റ് പങ്കുവച്ചുകൊണ്ട് എക്സിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. രണ്ടിലൊന്ന് അമേരിക്ക തിരഞ്ഞെടുത്തേ മതിയാകൂ എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ലെബനനിൽ നടക്കുന്ന കൂട്ടക്കൊലകൾ ലോകം കാണുന്നുണ്ടെന്ന് അരാഗ്ചി കൂട്ടിച്ചേർത്തു. തീരുമാനമെടുക്കേണ്ടത് അമേരിക്കയാണെന്നും വാഗ്ദാനങ്ങൾ പാലിക്കാൻ അവർ തയ്യാറാകുമോ എന്ന് ലോകം ഉറ്റുനോക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ലെബനനിൽ ഇപ്പോൾ നടത്തുന്ന വ്യോമാക്രമണങ്ങൾ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമല്ല എന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് അബ്ബാസ് അരാഗ്ചിയുടെ പ്രതികരണം. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 124.16 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.15 യൂറോ, ഒരു US ഡോളർ 92.73 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 108.11 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.34 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 66.91 ഇന്ത്യൻ രൂപ. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം നാഷണൽ ന്യൂസ്. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പാർലമെന്റിലും നിയമസഭയിലും സീറ്റുകളുടെ എണ്ണം കൂട്ടി സ്ത്രീകൾക്ക് 33% സംവരണം ഉറപ്പാക്കുന്ന വനിതാ സംവരണ ഭേദഗതി ബില്ലിന് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷനായ യോഗം ബുധനാഴ്ചയാണ് ബില്ലിന് അംഗീകാരം നൽകിയത്. പാർലമെന്റിലും നിയമസഭകളിലും സീറ്റുകളുടെ എണ്ണം കൂട്ടി സ്ത്രീകൾക്ക് 33% സംവരണം ഉറപ്പാക്കുന്ന വനിതാ സംവരണ ഭേദഗതി ബില്ലിന് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം നൽകി. ഏപ്രിൽ 16 മുതൽ ചേരുന്ന ബജറ്റ് സമ്മേളന തുടർച്ചയിൽ നാരീശക്തി വന്ദൻ അഭിയാൻ ഭേദഗതി ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കും. മണ്ഡല പുനർനിർണയ നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരാൻ മറ്റൊരു ബില്ലും അവതരിപ്പിക്കും. ഭേദഗതി പ്രകാരം ലോക്സഭാ സീറ്റുകൾ നിലവിലെ 543 നിന്ന് 816 വർദ്ധിക്കും. ഇതിൽ 273 സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യും. 2029 പൊതുതിരഞ്ഞെടുപ്പിൽ നിയമം പ്രാബല്യത്തിൽ വരും. 2011 സെൻസസ് അടിസ്ഥാനമാക്കി മണ്ഡല പുനർനിർണയം പൂർത്തിയാക്കും. 2027 സെൻസസ് പൂർത്തിയാക്കിയ ശേഷം സംവരണം നടപ്പാക്കാനായിരുന്നു ആദ്യ തീരുമാനമെങ്കിലും ഇത് 2034 വരെ നീണ്ടേക്കുമെന്ന് ആശങ്കയുണ്ടായിരുന്നു. അതിനാലാണ് പഴയ സെൻസസ് മാനദണ്ഡമാക്കുന്നത്. സ്ത്രീകൾക്കുള്ള സംവരണം കൂട്ടുമ്പോഴും ST, SD സംവരണം തുടരും.
നിയമസഭകളിലും സമാന രീതിയിൽ സീറ്റുകൾ വർദ്ധിപ്പിച്ച് ആനുപാതികമായി സ്ത്രീകൾക്ക് സംവരണം നൽകും. സ്ത്രീ സംവരണ ബില്ലിന് 2023 സെപ്റ്റംബറിലാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകാരം നൽകിയത്. അന്നത്തെ നിയമമാണ് ഇപ്പോൾ വീണ്ടും ഭേദഗതി ചെയ്യുന്നതും സീറ്റുകൾ വർദ്ധിപ്പിക്കുന്നതും. ഏത് നിലയ്ക്കും പിടിച്ചെടുത്തേ പറ്റൂ എന്ന വാശിയോടെ BJP വിട്ടുതരില്ല എന്ന നിശ്ചയദാർഢ്യത്തോടെ മമതയും തൃണമൂലും. വോട്ടെടുപ്പ് തീയതികൾ അടുത്തതോടെ പശ്ചിമ ബംഗാളിൽ ഇരുകൂട്ടരുടെയും പോർവിളി ഉച്ചസ്ഥായിലായി കഴിഞ്ഞു. സാധാരണ ഒരു തിരഞ്ഞെടുപ്പല്ല, ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റുന്ന ഒരു യുദ്ധം തന്നെയാണ് ഇത്തവണ ഇവിടെ നടക്കുന്നത്. ആകെയുള്ള 294 മണ്ഡലങ്ങളിൽ ഏപ്രിൽ 23-നും 29-നുമാണ് വോട്ടെടുപ്പ്. ആദ്യഘട്ടത്തിൽ 152-ഉം രണ്ടാം ഘട്ടത്തിൽ 142 മണ്ഡലങ്ങൾ വിധിയെഴുതും. മമതയും തൃണമൂലും തമ്മിലുള്ള പോര് മുറുകുന്നു. വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പരിശോധന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അനിശ്ചിതത്വം ഉയർത്തുന്ന പുതിയ ഘടകമായി മാറിയിട്ടുണ്ട്. SIR എങ്ങനെ ബാധിക്കും, ആർക്ക് ഗുണമുണ്ടാകും തുടങ്ങിയ ചർച്ചകളാണ് രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ സജീവമായിരിക്കുന്നത്. 90 ലക്ഷം പേരാണ് വോട്ടർ പട്ടികയിൽ നിന്ന് SIRന്റെ ഭാഗമായി ഒഴിവാക്കപ്പെട്ടത്. നിലവിലുള്ള പട്ടികയുടെ 11.85% വരും ഇത്. ഇവരിൽ 27 ലക്ഷം പേർക്ക് ട്രിബ്യൂണലിനെ സമീപിച്ച് പരാതി നൽകാൻ അനുമതി ഉണ്ടെങ്കിലും അനുകൂല തീരുമാനം കിട്ടിയാൽ തന്നെ വോട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് തീർച്ചയില്ല. ഒഴിവാക്കപ്പെട്ട വോട്ടർമാരിൽ പകുതിയിലേറെയും മുസ്ലിം ഭൂരിപക്ഷമുള്ളതും മുസ്ലിങ്ങൾ നിർണായകമായതുമായ 7 ജില്ലകളിൽ നിന്നാണ്. തൃണമൂൽ കോൺഗ്രസിന്റെ ശക്തിയായ ന്യൂനപക്ഷ വോട്ടുകളിൽ ഇതുമൂലം ഗണ്യമായ കുറവ് വരുമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. ഇതിൽ തന്നെ മുർഷിദാബാദ്, മാൽദ, ഉത്തർ ദിനാജ്പൂർ ജില്ലകൾ ഏറെ പ്രധാനമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 22 സീറ്റുകളിൽ 20ഉം തൃണമൂൽ ജയിച്ച ജില്ലയാണ് മുർഷിദാബാദ്. മുർഷിദാബാദും മാൽദയും തൃണമൂലിന്റെ പരമ്പരാഗത ശക്തി കേന്ദ്രങ്ങളായിരുന്നില്ല. മതധ്രുവീകരണ രാഷ്ട്രീയം ശക്തമായപ്പോൾ മുതലാണ് ഈ ജില്ലകളിൽ തൃണമൂലിന് മേൽക്കൈ കിട്ടിയത്. പക്ഷേ അവരുടെ കോട്ടയായ തെക്കൻ ബംഗാളിലെ 2 പ്രധാന ജില്ലകളായ 24 പർഗാനാസ്, തെക്ക്, വടക്ക് ജില്ലകളിലും വൻതോതിൽ വോട്ടർമാർ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. ബംഗാൾ നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനെത്തിയ തൃണമൂൽ നേതാക്കളും മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറുമായി വാഗ്വാദം. കമ്മീഷണർ കടക്കുപുറത്ത് എന്ന് പറഞ്ഞതായി തൃണമൂൽ നേതാക്കൾ ആരോപിച്ചു. അതേസമയം തൃണമൂലിന്റെ രാജ്യസഭയിലെ കക്ഷി നേതാവ് ഡെറക് ഒബ്രയൻ ആക്രോശിച്ചെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷണറുമായി ബന്ധപ്പെട്ടവർ പറയുന്നു. തൃണമൂൽ നേതാക്കളും മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറുമായി വാഗ്വാദം ചർച്ചയാകുന്നു. ബംഗാളിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറും മറ്റു ഉദ്യോഗസ്ഥരും BJP നേതാക്കൾക്കൊപ്പം സന്ദർശനം നടത്തുന്നു എന്നതുൾപ്പെടെയുള്ള വിഷയം ചർച്ച ചെയ്യാനാണ് തൃണമൂൽ എംപിമാരായ ഡെറക് ഒബ്രയൻ, സാഗരിക ഘോഷ്, മേനക ഗുരുസ്വാമി, സാകേത് ഘോഗലെ എന്നിവർ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ മുന്നിലെത്തിയത്. എന്നാൽ 7 മിനിറ്റ് മാത്രം നീണ്ട യോഗം പ്രക്ഷുബ്ധമായി അവസാനിച്ചുവെന്നാണ് തൃണമൂൽ നേതാക്കൾ പ്രതികരിച്ചത്. അദ്ദേഹം ഞങ്ങളോട് ഗെറ്റ് ലോസ്റ്റ് എന്ന് പറഞ്ഞു പുറത്താക്കി. രാജ്യത്തെ രണ്ടാമത്തെ വലിയ പ്രതിപക്ഷ പാർട്ടിയായ തൃണമൂൽ നേരിടേണ്ടി വരുന്ന പെരുമാറ്റം ഇതാണ് എന്ന് ഒബ്രയൻ പറഞ്ഞു. തൃണമൂലിനോട് സംസാരിച്ചു. ബംഗാളിലെ തിരഞ്ഞെടുപ്പ് തീർച്ചയായും അക്രമരഹിതവും ഭീഷണിരഹിതവുമായിരിക്കും. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കമ്മീഷൻ എക്സിൽ കുറിച്ചു. ഡെറക് ഒബ്രയൻ ശബ്ദം ഉയർത്തിയെന്നും മാന്യതയോടെ സംസാരിക്കണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടെന്നും കമ്മീഷനുമായി ബന്ധപ്പെട്ടവർ പറഞ്ഞു. കേരളത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന തിരഞ്ഞെടുപ്പാണിതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വികസനത്തിന് ഇടവേള ഉണ്ടാകരുതെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. LDFന് മാത്രമേ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാനാവൂ എന്ന് ജനങ്ങൾക്ക് അറിയാം. വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചതുകൊണ്ട് കാര്യമില്ല എന്നും പിണറായി വിജയൻ പറഞ്ഞു. പിണറായി RC അമല ബേസിക് സ്കൂളിലെ 194-ാം ബൂത്തിൽ കുടുംബസമേതം എത്തി വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന തിരഞ്ഞെടുപ്പാണിതെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ വികസനത്തിന് ഇടവേള ഉണ്ടാകരുതെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും LDFന് മാത്രമേ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാനാവൂ എന്ന് ജനങ്ങൾക്ക് അറിയാമെന്നും പറഞ്ഞു. കേരളത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന അതിപ്രധാന തിരഞ്ഞെടുപ്പ്. വികസിത കേരളത്തിലേക്ക് ചുവടുവെച്ച് നിൽക്കുകയാണ് നമ്മൾ. എല്ലാ മേഖലയിലും ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാനായി. അത് തുടരണം. വികസനത്തിന് ഇടവേള ഉണ്ടാകരുത് എന്നാണ് ജനം ആഗ്രഹിക്കുന്നത്. ജനങ്ങളാകെ LDFനൊപ്പമാണ്. LDFനെ എതിർക്കുന്ന മുന്നണികളിലുള്ളവരടക്കം നാടിന് വികസനം വേണമെന്ന് ചിന്തിക്കുന്നവരാണ്. ജനങ്ങൾക്ക് കൃത്യമായ അനുഭവമുണ്ട്. LDFന് മാത്രമേ പ്രതിബദ്ധതയോടെ നാടിന്റെ പുരോഗതി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. LDF ആകുമ്പോൾ ഒരു തരത്തിലുള്ള അവ്യാകൃതകളും ഉണ്ടാകില്ല എന്ന് ജനങ്ങൾക്ക് ഉറപ്പാണ്. രാജ്യത്തെ തന്നെ ഏറ്റവും കുറഞ്ഞ അഴിമതി നിലനിൽക്കുന്ന സംസ്ഥാനം എന്ന പദവി കേരളത്തിന് ലഭിച്ചു. ഇതിന് കാരണം LDFന്റെ സംസ്കാരം കൊണ്ടാണെന്ന് ഒരു സംശയമില്ലാതെ ജനം കാണുന്നു. മറ്റേതെങ്കിലും കൂട്ടർക്ക് ഇത് കഴിയില്ല എന്നും മുഖ്യൻ പറഞ്ഞു. UDF പൂർണ്ണ ആത്മവിശ്വാസത്തിലെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. കേരളത്തിൽ UDF തരംഗം ഉണ്ടാകുമെന്നും 100-ലധികം സീറ്റ് നേടുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തരംഗം ആവർത്തിക്കും. പേരാവൂരിൽ ഞാൻ 3 പ്രാവശ്യം ജയിച്ചു, 4-മതും ജയിക്കും. സർവേകളിൽ ഞാൻ തോൽക്കുമെന്ന് കണ്ടിരുന്നു. ജനങ്ങളുടെ സർവേ എനിക്കറിയാമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മുണ്ടക്കൈ ചുരൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച നികേഷ് കുമാറിനെതിരെ കേസ് കൊടുക്കണമെന്നും നികേഷ് കാടടച്ച് വെടിവെക്കുകയാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു.
പാലക്കാട് വോട്ടിന് പണം നൽകിയ സംഭവം പണാധിപത്യം കൊണ്ട് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. പേരാവൂർ നിയോജക മണ്ഡലത്തിലെ ബൂത്ത് 4-ൽ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയപ്പോഴായിരുന്നു സണ്ണി ജോസഫിന്റെ പ്രതികരണം. കേരളത്തിൽ UDF അനുകൂല തരംഗമുണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. 100-ലധികം സീറ്റുകൾ നേടും. ദേശീയ സർവേകൾ UDF ട്രെൻഡ് പ്രവചിച്ചു. കേരളത്തിലെ ചില തട്ടിക്കൂട്ട് സർവേകൾ ജനങ്ങൾ മുഖവിലക്ക് എടുക്കില്ല എന്ന് VD സതീശൻ പറഞ്ഞു. പോസ്റ്റൽ വോട്ട് പലർക്കും ചെയ്യാനായില്ല എന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കുറച്ചുകൂടി ജാഗ്രത പുലർത്തണമായിരുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആവേശ കൊടുമുടിയേറിയ പ്രചരണങ്ങൾക്കൊടുവിൽ കേരളം ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് വോട്ടെടുപ്പ്. മെയ് 4-നാണ് ഫലപ്രഖ്യാപനം. മെയ് 15-നാകും പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ. കേരളത്തോടൊപ്പം അസമും പുതുച്ചേരിയും ഇന്ന് പോളിംഗ് ബൂത്തിലെത്തും. കേരളത്തിൽ BJP നിർണായക ഘടകമാകുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ കേരളത്തിൽ സർപ്രൈസ് ഉണ്ടാകുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഗുരുവായൂരപ്പന്റെ മണ്ണിൽ തന്റെ ആദ്യത്തെ വോട്ടാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ശോഭാ സുരേന്ദ്രനെതിരെ ഉയരുന്ന ആരോപണങ്ങളിലും സുരേഷ് ഗോപി പ്രതികരിച്ചു. ചില ആൾക്കാരെ ലിസ്റ്റിട്ട് വെച്ചിട്ടുണ്ട്. അവരെ വ്യക്തിഹത്യ ചെയ്ത് ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണെന്നും അവരെ മുന്നോട്ട് വിട്ടാൽ ആ പാർട്ടിക്ക് ഗുണമുണ്ടാകുമെന്ന് എതിരാളികൾക്ക് അറിയാമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കേരളത്തിൽ BJP നിർണായക ഘടകമാകുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ കേരളത്തിൽ സർപ്രൈസ് ഉണ്ടാകുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. എന്നെ എന്തെല്ലാം പറയുകയും ചെയ്യുകയും ചെയ്തു. ജയിച്ചു കയറിപ്പോയാൽ എങ്ങനെയെങ്കിലും ഒഴിവാക്കിയെടുക്കാനും നോക്കും. ജയിച്ചിട്ടും എനിക്കെതിരെ ഇപ്പോഴും കോടതിയിൽ പോകുന്നുണ്ടെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. ശോഭ ജയിച്ചു വന്നാൽ MLA ആയി ഇരിക്കാൻ സമ്മതിക്കരുത്. ജയിച്ചു വന്നാൽ കോടതി പോകാനുള്ള ഒരു തുണ്ടാണ് ഇപ്പോൾ അരങ്ങേറിയതെന്നും ഇതെല്ലാം പൊറോട്ട് നാടകമാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ആവേശ കൊടുമുടിയേറിയ പ്രചരണങ്ങൾക്കൊടുവിൽ സംസ്ഥാനത്ത് വോട്ടെടുപ്പ് തുടങ്ങി. രാവിലെ 7 മണി മുതൽ ആരംഭിച്ച വോട്ടെടുപ്പ് വൈകുന്നേരം 6 മണിക്ക് അവസാനിക്കും. മെയ് 4-നാണ് ഫലപ്രഖ്യാപനം. മെയ് 15-നാകും പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ. കേരളത്തോടൊപ്പം അസമും പുതുച്ചേരിയും ഇന്ന് പോളിംഗ് ബൂത്തിലെത്തും. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലെയും ജനം വിധിയെഴുതുമ്പോൾ 3 മുന്നണികളും വലിയ പ്രതീക്ഷയിലാണ്. അക്കൗണ്ട് തുറക്കുക എന്നതാണ് BJPയുടെ ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന അജണ്ട. നേമം, കഴക്കൂട്ടം, മഞ്ചേശ്വരം, പാലക്കാട് എന്നീ മണ്ഡലങ്ങളിലാണ് BJPയുടെ ഇത്തവണത്തെ പ്രതീക്ഷ. ശബരിമല സ്വർണ്ണക്കൊള്ള, വിലക്കയറ്റം, കുടിയേറ്റം, വിശ്വാസ സംരക്ഷണം തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് BJP തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. വോട്ടെടുപ്പിന്റെ തലേ ദിവസം പാലക്കാട്ടെ സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രനെതിരെ ഉയർന്നു വന്ന വോട്ടിന് പണം ആരോപണം തിരിച്ചടിയാകുമോ എന്നും BJP നേതൃത്വം ആശങ്കപ്പെടുന്നുണ്ട്. IPL സീസണിലെ ക്ലാസിക് പോരാട്ടങ്ങളിൽ ഒന്നായി വിശേഷിപ്പിക്കാവുന്ന മത്സരത്തിൽ അവസാന പന്ത് വരെ നെഞ്ചെടുപ്പ് നീണ്ട പോരാട്ടത്തിനൊടുവിൽ ഡൽഹി ക്യാപിറ്റൽസിനെ 1 റണ്ണിന് തകർത്ത് ഗുജറാത്ത് ടൈറ്റൻസ്. ജയമുറപ്പിച്ചിടത്ത് നിന്ന് തോൽവിയിലേക്കും അവിശ്വസനീയമായ തിരിച്ചുവരവിലൂടെ വിജയത്തിനരികെ വരെയും എത്തിയ ഡൽഹിക്ക് നിർണായകമായ അവസാന പന്തിൽ കലമുടച്ചതുപോലെ നിരാശയോടെ മടങ്ങേണ്ടി വന്നു. തകർത്തടിച്ച KL രാഹുലിന്റെ ബാറ്റിംഗും അവസാന ഓവറുകളിലെ ഡേവിഡ് മില്ലറുടെ സംഹാര രൂപവും ഗാലറിയെ ആവേശത്തിൽ ആഴ്ത്തിയെങ്കിലും ലക്ഷ്യം തൊടാൻ ഡൽഹിക്ക് 1 റൺ അകലെ കിതച്ചു നിൽക്കേണ്ടി വന്നു. ഗുജറാത്ത് ഉയർത്തിയ 211 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഡൽഹിയുടെ തുടക്കം മികച്ചതായിരുന്നു. ക്യാപ്റ്റൻ KL രാഹുലും പന്തും നിസംഗയും ചേർന്ന് ആദ്യ വിക്കറ്റിൽ 76 റൺസ് പടുത്തുയർത്തി. 52 പന്തിൽ 92 റൺസ് എടുത്ത രാഹുൽ പുറത്താകുമ്പോൾ ഡൽഹി പരാജയം മണത്തിരുന്നു. എന്നാൽ പകരമിറങ്ങിയ ഡേവിഡ് മില്ലർ വെടിക്കെട്ട് ബാറ്റിംഗിലൂടെ ഡൽഹിയുടെ പ്രതീക്ഷകൾക്ക് വീണ്ടും ചിറക് പകർന്നു. അവസാന 2 ഓവറിൽ 36 റൺസ് ജയിക്കാൻ വേണ്ടിയിരിക്കെ മുഹമ്മദ് സിറാജ് എറിഞ്ഞ 19-ാം ഓവറിൽ 3 സിക്സറും 1 ഫോറും അടക്കം 23 റൺസ് അടിച്ചുകൂട്ടിയ മില്ലർ കളി ഡൽഹിയുടെ കൈപ്പിടിയിലാക്കി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇറാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ UKയിലെ വീടുകളുടെ വിലയിൽ ശരാശരി 0.5% ഇടിവുണ്ടായതായി ഹാലിഫാക്സിന്റെ കണക്കുകൾ. വിലയിൽ ഇടിവുണ്ടായത് ഇറാൻ സംഘർഷം കാരണം മോർട്ട്ഗേജ് നിരക്കുകൾ വർദ്ധിച്ചതിന്റെ പ്രത്യാഘാതമാണിതെന്നും റിപ്പോർട്ടുകൾ. വീടുകളുടെ വിലയിൽ ശരാശരി 0.3% വർധനവുണ്ടായതിനു ശേഷമാണ് ഇപ്പോൾ ഇടിവുണ്ടായിരിക്കുന്നത്. ബ്രിട്ടനിലെ ഏറ്റവും വലിയ വൈദ്യുതി ഉൽപാദക സോളാർ ഫാം പദ്ധതിയായ സ്പ്രിംഗ്വെൽ സോളാർ ഫാമിന് അനുമതി നൽകി സർക്കാർ. പദ്ധതി പ്രകാരം 1.8 ലക്ഷം വീടുകൾക്ക് വൈദ്യുതി ലഭ്യമാകും. അമേരിക്കയും ഇറാനും താൽക്കാലിക യുദ്ധവിരാമത്തിന് സമ്മതിച്ചതോടെ ഹോർമൂസ് കടലിടുക്ക് തുറന്നതിന്റെ പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണയുടെ വില ഇടിഞ്ഞു. UKയിൽ വാഹന ഉടമകളോട് ഇന്ന് വൈകിട്ട് 5 മണിക്ക് മുൻപായി വാഹനങ്ങളിൽ ഇന്ധനം നിറയ്ക്കാൻ നിർദ്ദേശം നൽകിയ UK സർക്കാർ. വീണ്ടും വില വർദ്ധിക്കാൻ സാധ്യത. ഇന്ധനവിലയിൽ കാര്യമായ ഒരു കുറവ് വരാൻ ചുരുങ്ങിയത് 2 ആഴ്ചയെങ്കിലും കഴിയണമെന്ന് സൂചന. 1 ലിറ്ററിന് മേൽ ഇന്ധനം നിറയ്ക്കുന്നവർക്ക് 2 മുതൽ 3 പെൻസ് വരെ ലാഭിക്കാൻ സാധിക്കും. US ഇറാൻ വെടിനിർത്തൽ കരാറിൽ ഇസ്രായേലിന് കടുത്ത അതൃപ്തി. ഇറാനുമായുള്ള ചർച്ചയിൽ നിന്ന് മാറ്റി നിർത്തിയതിലും തങ്ങളോട് കൂടിയാലോചിക്കാതെ വെടിനിർത്തൽ കരാറിൽ അന്തിമ തീരുമാനമെടുത്തതിലും അതൃപ്തി അറിയിച്ച് ഇസ്രായേൽ. ഇരു രാജ്യങ്ങളും തമ്മിൽ താൽക്കാലിക വെടിനിർത്തലിന് ധാരണയായത് ട്രംപ് നൽകിയ അന്ത്യശാസനം അവസാനിക്കാൻ 90 മിനിറ്റ് ബാക്കി നിൽക്കെ. ഇറാനുമായുള്ള കരാറിൽ പൂർണ്ണമായ ധാരണയാകുന്നതുവരെ അമേരിക്കൻ സൈന്യം മേഖലയിൽ തുടരുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രംപിന്റെ പ്രസ്താവന ഇറാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്ന ആരോപണങ്ങൾക്കിടയിൽ ലബനനിലെ ഇസ്രായേൽ ആക്രമണങ്ങളെ ശക്തമായി വിമർശിച്ച് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി. വെടിനിർത്തൽ വേണോ അതോ ഇസ്രായേൽ വഴിയുള്ള യുദ്ധം തുടരണമോ എന്ന കാര്യത്തിൽ അമേരിക്ക വ്യക്തമായ തീരുമാനമെടുക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി.
ബെയ്റൂത്തിലും പരിസര പ്രദേശങ്ങളിലും ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് 100-ലധികം പേർ. ഒരേ സമയം വെടിനിർത്തലും ഇസ്രയേലിനെ മുൻനിർത്തിയുള്ള യുദ്ധവും മുന്നോട്ട് കൊണ്ടുപോകാൻ അമേരിക്കയ്ക്ക് കഴിയില്ല എന്നും ഇറാൻ. പാർലമെന്റിലും നിയമസഭകളിലും സ്ത്രീകൾക്ക് 33% സംവരണം ഉറപ്പാക്കുന്ന വനിതാ സംവരണ ഭേദഗതി ബില്ലിന് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. ബില്ലിന് അംഗീകാരം നൽകിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷനായ യോഗത്തിൽ. നാരി ശക്തി വന്ദൻ അഭിയാൻ ഭേദഗതി ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത് ഏപ്രിൽ 16 മുതൽ ചേരുന്ന ബജറ്റ് സമ്മേളനം. മണ്ഡല പുനർനിർണയ നിയമത്തിൽ ഭേദഗതി ബില്ലും അവതരിപ്പിക്കും. ഭേദഗതി പ്രകാരം ലോക്സഭാ സീറ്റുകൾ നിലവിലെ 543 നിന്ന് 816 വർദ്ധിക്കും. ഇതിൽ സ്ത്രീകൾക്കായി സംവരണം ചെയ്യുന്നത് 273 സീറ്റുകൾ. പശ്ചിമ ബംഗാളിൽ ഏതു നിലയ്ക്കും ഭരണം പിടിച്ചെടുത്തേ പറ്റൂ എന്ന വാശിയോടെ BJP വിട്ടുതരില്ല എന്ന നിശ്ചയദാർഢ്യത്തോടെ മമതയുടെ തൃണമൂൽ. വോട്ടെടുപ്പ് അടുത്തതോടെ പശ്ചിമ ബംഗാളിൽ പോർവിളി ഉച്ചസ്ഥായിലാക്കി ഇരു മുന്നണികളും. ആകെയുള്ള 294 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് ഏപ്രിൽ 23-നും 29-നും. ആദ്യഘട്ടത്തിൽ 152-ഉം രണ്ടാം ഘട്ടത്തിൽ 142 മണ്ഡലങ്ങൾ വിധിയെഴുതും. തിരഞ്ഞെടുപ്പ് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനെത്തിയ തൃണമൂൽ നേതാക്കളും മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറുമായി വാഗ്വാദം. കമ്മീഷണർ കടക്കുപുറത്തെന്ന് പറഞ്ഞതായി തൃണമൂൽ നേതാക്കൾ. തൃണമൂൽ നേതാവ് ഡെറക് ഒബ്രയൻ തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് നേരെ ആക്രോശിച്ചെന്ന് ബന്ധപ്പെട്ടവർ. കേരളത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന തിരഞ്ഞെടുപ്പാണിതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വികസനത്തിന് ഇടവേള ഉണ്ടാകരുതെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും LDF-ന് മാത്രമേ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാനാകൂ എന്നും മുഖ്യമന്ത്രി. UDF പൂർണ്ണ ആത്മവിശ്വാസത്തിലെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. കേരളത്തിൽ UDF തരംഗം ഉണ്ടാകുമെന്നും 100-ലധികം സീറ്റ് നേടുമെന്നും KPCC പ്രസിഡന്റ്. കേരളത്തിൽ BJP നിർണായക ഘടകമാകുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ കേരളത്തിൽ സർപ്രൈസ് ഉണ്ടാകുമെന്നും സുരേഷ് ഗോപി. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.